പലസ്തീനെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട പല അമേരിക്കൻ വിദ്യാർത്ഥികളും ഇപ്പോൾ കുഴപ്പത്തിൽ ചാടിയിരിക്കുകയാണ്. രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ ശത്രുക്കളെ തിരഞ്ഞുപിടിച്ച് നാടുകടത്തുന്ന ഒരു ഡ്രൈവ് തുടങ്ങിയതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇത്തരം പോസ്റ്റുകൾ ഇടുന്ന വിദ്യാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുവാൻ അമേരിക്കയിലെ പോലീസ് മുൻകൈയെടുക്കുകയും അവരെ അതിവേഗത്തിൽ നാടുകടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ നാടായി അറിയപ്പെട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ പൂർണ്ണമായ മുതലാളിത്തത്തിലേക്ക് ചുവടുമാറുകയും സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ SFI ആശയങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളും അമേരിക്കയുടെ മാതൃകയിൽ സ്വാതന്ത്ര്യമോഹികളെ ശിക്ഷിക്കുവാൻ മുന്നോട്ട് വരുന്നുണ്ട്. അമേരിക്കയുടെ അതേ മാതൃകയിലുള്ള ഒരു മുതലാളിത്ത സംവിധാനം നടപ്പിലാക്കുവാൻ ഇന്ത്യയിൽ പ്രയാസമാണെങ്കിലും ഇന്ത്യ ഗവൺമെന്റ് പലസ്തീനെ അനുകൂലിക്കുന്ന മാഹീനെ പോലെയുള്ള യാത്രക്കാരെ വിമാനത്താവളങ്ങളിൽ തടഞ്ഞു വെക്കുകയും അതിന് വലിയ പബ്ലിസിറ്റി കൊടുത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാവരും മുതലാളിത്തത്തെ അനുകൂലിക്കുകയും മുതലാളിമാരുടെ സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, പൂർണ്ണമായ മുതലാളിത്തവും പൂർണ്ണമായ ഏകാധിപത്യവും നടപ്പിലാക്കിയ സൗദി അറേബ്യയിലുണ്ടായ പുരോഗതി അമേരിക്കയുടെ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപിനെ ആകർഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭൂരിഭാഗം സ്വത്തും സൗദി അറേബ്യയിൽ നിക്ഷേപിക്കാൻ കാരണം ഏകാധിപത്യവും മുതലാളിത്തവും പൂർണ്ണമായി നടപ്പാക്കിയ സൗദി അറേബ്യ അമേരിക്കയേക്കാൾ നിക്ഷേപിക്കാൻ സുരക്ഷിതമായ രാജ്യമാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ്. സൗദി അറേബ്യ ആകുവാൻ പഠിക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ അമേരിക്ക.